മിശിഹായിലെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാള് നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. കാരണം കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഈ കാറ്റഗിസം ഒക്കെ പഠിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ ക്രിസ്തു ഞങ്ങളുടെ നാഥൻ, ക്രിസ്തു ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞിങ്ങനെ ജീവി വിളിച്ച് പോയ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാകാം. ഇന്ന് കുട്ടികൾക്ക് അത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പതിവുള്ള പോലെ തന്നെയുള്ള കാര്യം, ക്രിസ്തു നമ്മുടെ രാജാവ്, ക്രിസ്തു നമ്മുടെ രാജാവ്. ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് 1100 BC കാലഘട്ടം മുതൽ, അതായത് അബ്രാഹത്തിൻ്റെ കാലഘട്ടം, പുറപ്പാടിൻ്റെ ആ സംഭവം മുതൽ ഈ ഒരു കാര്യം ഇസ്രായേലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒരു രാജാവ് വരും. അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടികളത് വിളിച്ചു പറയുമ്പോൾ നമ്മൾ നോക്കണം, ചരിത്രം നോക്കണം. ആ രാജാവിനെ പ്രതീക്ഷിച്ച് യഹൂദജനം കഴിഞ്ഞിരുന്നു. ഈ ഹെറോദോസ് ആകെ പ്രാന്തം പിടിക്കണത് ഈ രാജാവ് വരുന്നു എന്ന് കണ്ടിട്ടല്ലേ? അതിന്റെ പേരിൽ എത്ര കുട്ടികളെയാണ് അദ്ദേഹം പോകുന്നത് കണ്ടോ? അപ്പൊ ഈ രാജാവ് എന്നുള്ള കാര്യം നമ്മളിന്ന് പറയുമ്പോൾ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ആ ചരിത്രം എന്താണെന്നുള്ളത് നമ്മളിന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചെയ്യുക. അപ്പോൾ ക്രിസ്തു രാജാവാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് പ്രവാചകന്മാര് ദൈവാത്മാവിനാൽ പ്രചോദിതരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് യഹൂദജനം വിശ്വസിച്ചത്. അതാണ് നമ്മൾ ഇന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് യഹൂദജനം വിശ്വസിക്കാനായിട്ട് കാരണം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് പ്രവാചകന്മാർ പറഞ്ഞതാണ്. 2 സാമുവേൽ 7-12 വാക്യങ്ങളിൽ ഈ രാജാവിനെ പറ്റിയൊരു പരാമർശമുണ്ട്. നമുക്ക് കേൾക്കാം. 2 സാമുവേൽ 7-12 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ നാഥാൻ വന്ന് ദാവീദിന്റെ അടുത്ത് നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ നിന്റെ ആയുസ് തികയുമ്പോൾ നീ പൂർവികരോടൊപ്പം മരിക്കും. നിനക്ക് ശേഷം നിന്റെ ഔരസഗാമിയായ സന്തതിയെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. സുസ്ഥിരമായ രാജ്യം, ആർക്കും തകർക്കാനാവാത്ത രാജ്യം. ഇതാണ് അവിടെ കാണുന്ന പ്രവചനം. ഇനി സംഖ്യയുടെ പുസ്തകം 24-17 വാക്യത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് പറയുന്നത്? സംഖ്യ 24-17. അവിടെ ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പ്രവചിക്കുകയാണ്. അത് ഇങ്ങനെ പറയുന്നു: ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ വീക്ഷിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം യാത്ര തിരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ വീഴും. ചെങ്കോല് അത് രാജാക്കന്മാരുടെ കൈവശമുള്ള കാര്യമാണ്. ഇതിൽ നിന്നാണ് സഭ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒരു ഇസ്രായേലിന് ചെങ്കോൽ വീഴും, ഏതോ അന്യാധീനമാണ്. ഇത് നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഏതോ അന്യാധീനമാകുമെന്ന് ഈ പ്രവചനത്തിൽ ഒരു പ്രശ്നം കിടക്കുന്നത് ഹെറോദോസ് ഏതോമിനായിരുന്നു. അപ്പോൾ ഏതോ അന്യാധീനമാകുമെന്ന് പറയുമ്പോൾ ഏതോക്കാരനായ അദ്ദേഹത്തിന്റെ എന്താണ് നാമം ക്ഷയിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാതാകുന്ന ഒരു സൂചന ഇതിലുണ്ട്. അപ്പൊ അതൊക്കെയാണ് അദ്ദേഹം യേശുക്രിസ്തു രാജാവാണെന്ന് ധരിക്കാൻ അദ്ദേഹത്തെ കൊല്ലാനുള്ള തീവ്രമായിട്ട് ശ്രമിക്കുന്നതിന് കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു തെളിവ് മിഥ്യാപ്രവാചന പുസ്തകം 5-1 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മിഥ്യാപ്രവാചന പുസ്തകം 5-1 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം.
ബത്ലഹേം എഫ്രാത്ത കണ്ടോ, അവിടെ പ്രവചനം പറയുന്നതാണോ, ബത്ലഹേം എഫ്രാത്ത യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവർ എനിക്കായി നില്ലുന്നവരോടും കണ്ടോ, അവരുടെ ഉത്ഭവം പണ്ട് മുതലേ അനാദി കാലം മുതലേ ഉള്ളതാണ്. ഇസ്രായേൽ ഭരിക്കാനുള്ളവൻ എന്ന് പറയുമ്പോൾ ഹെറോദോസാണ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്നത് യേശുവിന്റെ ജനന സമയത്ത്. അപ്പോൾ ഇസ്രായേൽ ഭരിക്കാനുള്ളവൻ ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ തൻ്റെ സിംഹാസനം അവൻ പിഴുതെറിയും എന്ന ചിന്തയും കൂടി ഉണ്ട് യേശുവിനെ വധിക്കാനായിട്ട്. മനസ്സിലായി. ഇനിയും സക്കറിയ പ്രവാചക പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിൽ ഈ രാജാവിനെ പറ്റി പറയുന്നത് എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം. സക്കറിയ പ്രവാചക പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാം വാക്യം. നമ്മളത് അവസാനിക്കൊക്കെ എപ്പോഴും പറയണം. എന്താണത്? സിയോൻ പുത്രി അതിനെ ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ നീതിമാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് സവാരി ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് പ്രവചനം. പക്ഷേ ഈ പ്രവചനങ്ങളിലേക്ക് വിളിച്ചതിൽ ഇസ്രായേൽക്കാരുടെ ഉള്ളിൽ രൂപപ്പെട്ടത് ഒരു രാജാവാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി വരാൻ പോകുന്നത്. പക്ഷേ രാജാവാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവർ ആ കാലഘട്ടത്തെ സങ്കല്പം അനുസരിച്ച് എന്താണ്, രാജാവാണെങ്കിൽ എന്നുണ്ടാവും, കിരീടം ഉണ്ടാവും, രാജാവാണെങ്കിൽ അദ്ദേഹം വെട്ടിപ്പിടിക്കും, രാജാവാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവും, സിംഹാസനം ഉണ്ടാവും. ഈ തരത്തിലുള്ള ധാരണകളാണ്. ഇത് സ്നാപയോഹന്നാൻ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സ്നാപയോഹന്നാൻ ഈ വരാനിരിക്കുന്ന രക്ഷകനെ പറ്റി, രാജാവിനെ പറ്റി പറയുമ്പോൾ അവൻ കടം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കും, അതിന് കെടാത്ത അഗ്നിയിൽ കത്തിച്ച് കളയും, അവൻ അഗ്നിയാൽ സ്നാനം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ തീഷ്ണമായ ഒരു രാജാവിനെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. ഈ യോഹന്നാൻ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജത്വ ഭാവങ്ങൾ കാര്യമായിട്ടൊന്നും ഈ പുതിയ രാജാവിനെ കാണാതായപ്പോൾ അസ്വസ്ഥരാകുന്നതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. അങ്ങനെ യേശു തൻ്റെ 12 ശിഷ്യന്മാർക്ക് പ്രബോധനം നൽകുന്ന അവസാനിപ്പിച്ച് അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടുന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ കേട്ടോ, യേശുവിന്റെ ശൈലി, അദ്ദേഹം പ്രസംഗിക്കുന്നു, ആളുകളെ സുഖപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് യേശുവിന്റെ സംസാരവും പരിപാടികളെല്ലാം. ഇത് അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ശിഷ്യന്മാരെ അയച്ച് അവരോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ പ്രതീക്ഷിക്കണമോ? കണ്ടോ അതിന്റെ ശൈലി കണ്ടോ. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക, അന്തർ കാണുകയും മുടന്തർ നടക്കുകയും ചെയ്യുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുകയും ബധിരർ കേൾക്കുകയും ചെയ്യുന്നു, മരിച്ചവർ ഉദ്ധിതരാവുകയും ദരിദ്രരുടെ സത്വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് വാണിംഗ് യോഹന്നാൻ കൊടുക്കുകയാണ്, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. അപ്പൊ യേശു ഇത് പറയുമ്പോൾ യേശുവിന്റെ രാജത്വത്തെ പറ്റി പ്രവചന വചനങ്ങൾ ഞാൻ കുറച്ച് മാത്രം സൂചിപ്പിച്ചുള്ളൂ. ഒട്ടേറെ പ്രവചന വചനങ്ങളുണ്ട്. അതിൽ ഒരു വചനം യെശയ്യയാണ് യേശു ഇവിടെ പറയുമ്പോൾ കോട്ട് ചെയ്യുന്നത്. യെശയ്യാ പ്രവാചക പുസ്തകം 29:18 ഈ രാജാവിനെ പറ്റി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ഞാൻ മനസ്സിലാക്കി. നമുക്ക് ഈ രാജാവിനെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റിയത് ഇതാണ്. ഈ രാജാവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യമെന്നാണ്. ഈ രാജാവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യം. ഈ രാജാവിനെ പറ്റി എന്താണ് 29-ാമത്തെ അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിച്ച്. രസകരമാണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് വലിയ ബന്ധമുണ്ട്.
അന്ന് സെക്യുലർ ഗ്രന്ഥത്തിലെ വാക്കുകൾ കേൾക്കുകയും, പ്രവാചകനെ പറ്റി പറയാം, ഈ രാജാവിനെ പറ്റി പറയാം, അന്ന് സെക്യുലർ ഗ്രന്ഥത്തിലെ വാക്കുകൾ കേൾക്കുകയും അന്തരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും. അഗതികൾ കർത്താവ് സന്തോഷം വർദ്ധിപ്പിക്കുകയും ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധരിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കണ്ടോ? അതാണ് 29-ാം അധ്യായം 18-19. ഇനി 35-ാം അധ്യായം 5 മുതൽ 6 വരെ ശ്രദ്ധിക്കാം നമുക്ക്. അതിതാണ്, അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ചെകിടരുടെ വ്യതിരത നീക്കപ്പെടും. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷിച്ച് ആർത്തു വിളിക്കും. എന്നാൽ മരുഭൂമിയിൽ ജലം പൊട്ടിപ്പുറപ്പെടും. സിംബോളിക്കാണ്. ജലം വരണ്ട ഭൂമിയിൽ നീർച്ചാലുകൾ, വരണ്ട നിലം ജലാശയം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിന്റെ വിശേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 61-ാം അധ്യായം 1-ാം വാക്യത്തിലെ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ച്. 61-ാം അധ്യായം 1-ാം വാക്യം ഈ രാജാവിനെ പറ്റി പറയുന്നത് ശ്രദ്ധിച്ച്. നാഥനായ കർത്താവിന്റെ ഈശോ തന്നെ അത് പറയുന്നുണ്ട്. ഈശോ തന്നെ ഈ കോട്ടിങ് എടുത്ത് യഹൂദർക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്. അവനെ കൊല്ലാനൊക്കെ വേണ്ടിയപ്പോൾ ഇങ്ങനെയാണ് 61-ാം അധ്യായം 1-ാം വാക്യത്തില്, നാഥനായ കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, കാരണം അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, പീഡിതരെ സത്വാർത്ത അറിയിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ കൃപാവസരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവരെല്ലാം സമാശ്വസിപ്പിക്കുവാനും അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കും. കണ്ടോ? ഈശോ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവരുടെ രാജാവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ ശൈലി വേറെയാണ്. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇന്ന് രാജാവിനെ മനസ്സിലാക്കുന്നത്. നമുക്ക് രാജത്വമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. യേശുവിന്റെ ശൈലി ഇതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതും ജീവിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഈശോ പറയുന്നു, നീ രാജാവാണോ എന്ന് പിലാത്തോസ് ചോദിക്കുന്ന സമയത്ത് ഈശോ എന്ന് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ ഈശോയുടെ രാജ്യം ഐഹികമല്ല. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് ഇന്ന് അനുഭവിക്കാനായിട്ട് കഴിയുന്നത് എന്താണ്? എങ്ങനെയാണ്? അവിടുത്തെ വചനങ്ങളിലൂടെയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജാവ് നമ്മളിൽ വസിക്കുന്നു. ഈ രാജാവ് തൻ്റെതായ കാര്യങ്ങൾ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ പഴയ നിയമ വായന കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സോളമൻ ദേവാലയം പണി കഴിപ്പിക്കുകയാണ്. ബ്രഹ്മാണ്ഡമായ ദേവാലയമാണ്. പക്ഷെ ദൈവം അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്താണ്? ഈ ബ്രഹ്മാണ്ഡമായ ദേവാലയമൊക്കെ നീ എനിക്ക് പണിയുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ എന്ത് ചെയ്യണം? 1 രാജാക്കന്മാർ 6:11. അതുകൊണ്ട് വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ രാജാവ് ഇവിടെ ദൈവം പറയുന്നത് 1 രാജാക്കന്മാർ 6:11. സോളമൻ ഇപ്രകാരം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ നിർമ്മിക്കുന്ന ഈ ആലയത്തെ സംബന്ധിച്ച് കേട്ടോ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നീ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുവർത്തിക്കുകയും അവയിൽ വ്യാപരിച്ചു എൻ്റെ എല്ലാ കൽപ്പനകളും കാക്കുകയും ചെയ്താൽ എൻ്റെ പിതാവായ ദാവീദിനോട് ഞാൻ ചെയ്ത എൻ്റെ വാക്ക് നീയുമായി ഞാൻ ഓർമ്മിക്കും. ഇസ്രായേലിന്റെ മധ്യേ ഞാൻ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കും. നമ്മൾ പുതിയ ജനമായ ഇസ്രായേലാണ്. നമ്മളുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ ഈശോ വസിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഈശോയുടെ വചനങ്ങളെ കാര്യമായിട്ട് കണക്കാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എൻ്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ഈശോ ഒരവസരത്തിൽ ഈ യഹൂദരോട് ചോദിക്കുന്നു. മറ്റൊരവസരത്തിൽ തൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കുന്നവരെ പറ്റി പറയുന്നു. എന്താണ്? അവൻ ആഴത്തിൽ കുഴികുഴിച്ച് ഭവനം പണിത വേഗമാനായ മനുഷ്യന് തുല്യം. മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, അവൻ്റെ ഭവനത്തിൽ മേലെ ആഞ്ഞടിച്ചു. അതൊന്നും അവനെ ഏശിയില്ല. കാരണം അവൻ എൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ചവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ രാജാവ് എന്നുള്ള ഈശോ എന്നുള്ള ആ കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്രകാരം നമ്മളതിനെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഈ യേശു എന്ന രാജാവിൻ്റെ ഇടപെടൽ അനുഭവിച്ച് നമുക്ക് ജീവൻ പ്രാപിച്ച് ഉണർവുള്ളവരായി, ഉന്മേഷമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ഉത്കണ്ഠയില്ലാത്തവരായി. ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ
എല്ലാ ഉത്കണ്ഠയും ദൈവത്തിന് കൊടുക്കുന്നത് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, നിത്യജീവ ലക്ഷ്യം വെച്ച് ഈ കാലഘട്ടത്തിൽ, മരണ സംസ്കാരം നടമാടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ദൈവം നമ്മളോട് പറയുക.